ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ ഇന്നലെ കഴിച്ച എൻ്റെ ഫുഡ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ്, കുടിക്കുന്ന വെള്ളം അതൊന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. ഇത് തന്നെ ഒരു ആവശ്യത്തിലേറെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇനിയും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കുള്ള തീറ്റയും കുടിയും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്താത്തത്. എന്നാലും ഉള്ളത് കൊണ്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തത് നല്ല അടിപൊളി നൈസ് പത്തിരിയും ടേസ്റ്റി സെമി ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയും, പിന്നെ നല്ല ചൂട് കട്ടൻ ചായയും. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് നൈസ് പത്തിരി ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ലൂസായിട്ടുള്ള കറി എനിക്കിഷ്ടമല്ല. സെമി ഗ്രേവി ആയിരിക്കണം, ഒരു സ്റ്റാൻഡേർഡ് പരുവത്തിലായിരിക്കണം കറിയൊക്കെ ഇരിക്കേണ്ടത്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കലാണ് പതിവ്, പക്ഷേ ഈ പ്രാവശ്യം തേങ്ങാപ്പാൽ റെഡിയാക്കിയില്ല. പിന്നെ ലഞ്ചെന്ന് പറയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെറിയ മടിയുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ ചിക്കൻ കറിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് വെച്ചത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചെറിയ മടി വന്നു ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു, അത് മാരിനേറ്റ് ചെയ്തു. അതിന് ശേഷം പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് ചോറ് വെച്ചിട്ട് അത് തട്ടിപ്പൊത്തി ഒരുമിച്ച് റെഡിയാക്കി വെച്ചു. ഇതാകുമ്പോൾ കറികളും കാര്യങ്ങളും, ഒരു പപ്പടം പോലും പൊരിച്ചില്ല. പപ്പടം മനഃപൂർവ്വം പൊരിക്കാഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ തനതായ രുചിയോടുകൂടി കഴിക്കാനായിട്ട്. ആ പ്രോൺസിൻ്റെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും ഗാർലിക്കും, അതും കൂടെ എണ്ണയിൽ കിടന്ന് മൂത്തപ്പോൾ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി ടേബിളിൽ വെച്ചതാണ്, പക്ഷേ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ ആ കൂടെ തന്നെ കൈയിട്ട് വാരി കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. പിന്നെ ചോറിനേക്കാളും കൂടുതൽ പ്രോൺസിൻ്റെ അകത്തുണ്ട്, അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ അതിനുശേഷം ഈവനിങ് ആയി, ടീ ടൈം ആയപ്പോഴത്തേനും ഇപ്പം നമ്മുടെ ദേശീയ ഡ്രിങ്കാണ് കടുംചായ എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ ഒരു 2 വീക്സ് ആയിട്ട് ജലദോഷം കഫക്കെട്ടൊക്കെയാണ്, എപ്പോഴും കടുംചായ. ഇനിയിപ്പോൾ പയ്യനെ എനിക്ക് പാൽച്ചായയിലേക്ക് മാറണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി, ഹെൽത്ത് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് കടുംചായയും അതുപോലെ തന്നെ അടിപൊളി ഇറച്ചിപ്പത്തലും, നല്ല വലിയ പീസ് ബീഫൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നല്ല മൈൽഡ് ഫ്ലേവറായിട്ടുള്ള, ചിലപ്പോഴൊക്കെ ഞാൻ ഇറച്ചിപ്പത്തൽ കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ മണം കുത്തിയിട്ട് വായിലോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മൈൽഡായിട്ടുള്ള ഫ്ലേവർ ഫ്രം നമ്മുടെ സ്വന്തം കടവത്തൂർ വിട്ടിട്ടുള്ളൊരു പരിപാടി നമുക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കടവത്തൂർ. ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. പിന്നെ അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ചുമ്മാ ഇങ്ങനെ കുറച്ച് ചാട്ട് ഐറ്റംസ് കഴിക്കാനായിട്ടൊരു ക്രേവിങ്സ് തോന്നി. അപ്പോഴും ഫോൺ എടുത്തു, കടവത്തൂരിലേക്ക് വിളിച്ചു. അവരിതാ 10 മിനിറ്റ്സിൽ സാധനം വീട്ടിലെത്തിച്ചു. പാനിപ്പൂരി വളരെ ടേസ്റ്റി ആയിട്ട്. പക്ഷേ സാധാരണ പാനിപ്പൂരിക്ക് നമ്മുടെ ആലുവിൻ്റെ ഒരു മസാല അല്ല, ഇത് ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. ഗ്രീൻ പീസ് മസാല എന്താണേലും ഉള്ളത് വെച്ച് കഴിക്കാം. കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോഴത്തേനും ടേസ്റ്റ് എല്ലാം സെയിം ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മുടെ പാനിയും അതുപോലെ തന്നെ അതിൻ്റെ മസാലയും അതുപോലെ തന്നെ പുളിയുടെ ആ ഒരു സ്വീറ്റ് ആൻഡ് പുളിപ്പുള്ള നല്ല അടിപൊളി ചട്നിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ട് പച്ചമുളക്, മല്ലിയില, പുതിനയിലയൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്പൈസി ചട്നി. വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ പെട്ടെന്നൊരാഗ്രഹം തോന്നി. അപ്പോഴും നമ്മുടെ സ്വന്തം കടവത്തൂർ, തൊട്ടുമുറ്റത്ത് കടവത്തൂരുള്ളത് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നു, വിളിക്കുന്നു, വീട്ടിലെത്തുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നസിക്കാക്കും പാനിപ്പൂരി വലിയ താല്പര്യമില്ല, മോക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരൈറ്റം കൂടെ വാങ്ങിച്ചായിരുന്നു, നമ്മുടെ ദഹിപൂരി അല്ലേ, അയ്യോ ഇതിൻ്റെ പേര് വിട്ടുപോയി. ഇത് പാവ് ബജി എന്ന് പറയുമ്പോൾ, ഞാൻ പാവ് ബജി എന്ന് പറയുന്നത് അധികം കഴിച്ചിട്ടില്ല. രണ്ടാമത്തെ തവണയും കണ്ടാണ് ആകെ കഴിക്കുന്നത്. അപ്പോൾ പാവ് ബജി എന്ന് പറയുന്ന അടിപൊളിയായിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്ത ബട്ടറിലൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ സോഫ്റ്റ് സൂപ്പർ ബൺ, ആ ബണ്ണ് വെറുതെ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ അടിപൊളി ബട്ടറിൻ്റെ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ ഈ മസാല ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വെച്ച് അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റായിരുന്നു പാവ് ബജി മസാല. എനിക്ക് പാവ് ബജിയുടെ ഒന്നും ഒത്തൻറ്റിക് രുചി അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചാട്ട് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുള്ളത് വളരെ വിരളമായിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഞാൻ ഇത് കഴിച്ചപ്പോൾ എന്താണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള പാവ് ബജിയുടെ ഒന്നും ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് എനിക്ക് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ഡിന്നർ ടൈമിൽ ഞാൻ കുറച്ച്
എന്താണ് ചായയും വെച്ച് വൈകുന്നേരം അപ്പം എന്താണ് ഞാൻ പറഞ്ഞല്ലോ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിയായിരുന്നു. അപ്പോൾ രാത്രി ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചൂട് പൊറോട്ടയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ മുട്ടക്കറിയും ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി പാൽച്ചായ കുടിച്ചപ്പോഴത്തേനെ എന്തെന്നില്ലാത്തൊരു സുഖം, കഫമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി, ജലദോഷമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതുകൊണ്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് സെറ്റായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം എനിക്കും ഇക്കാക്കും എല്ലാം ഈ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം നമുക്കെല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ടേസ്റ്റി ഡിഷസും എൻ്റെ ഫുഡും എൻ്റെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.